കല്യാണി സുന്ദരിയാണല്ലോ. എവിടെ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. കല്യാണി നില്ല്, കല്യാണി ഒരു ഫോട്ടോ എടുക്കട്ടെ. നില്ല് കല്യാണി, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഒരു ഫോട്ടോ അല്ലേ, ഞാനൊന്ന് എടുത്തോട്ടെ. ഓടില്ല കല്യാണി. കല്യാണി അവിടെ നിൽക്കുക. കല്യാണി ഇങ്ങനെ ഓടല്ലേ. കല്യാണി അവിടെ നിൽക്കുക. കല്യാണി ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഒരു ഫോട്ടോ. നിങ്ങൾ ആരാ? നീ എന്തിനാ പേടിക്കുന്നേ? എന്തൊക്കെ നിങ്ങൾ കാണിക്കണേ? ഒന്ന് അടങ്ങി നിൽക്കുക കല്യാണി. അവിടെ നിൽക്കുക കല്യാണി, ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്താ ബായ് ഇത്? റിലാക്സ് റിലാക്സ്. ആരാടാ നിന്റെ ബായ്? ഏതാടാ നീ? അയ്യോ ആനന്ദേ, ഇതെന്റെ ആങ്ങളയുടെ മോനാ ചന്ദ്രപ്രതാപ്. ചേച്ചി പറഞ്ഞിട്ട് മുംബൈന്ന് വിളിച്ചു വരുത്തിയതാ. ഇതൊരു 4-5 പവനുണ്ടല്ലേ? ചേച്ചി നോക്കിയേ. കൊള്ളാം, നൈസ്. ആന്റി, ഏക് മിനിറ്റ്, ഞാനിത് ബായിയെ കൂടെ ഒന്ന് കാണിച്ചോട്ടെ. ബായ്, ഇത് നിനക്കുള്ളൊരു ട്രീറ്റാ. ഞാൻ കല്യാണിയെ ഒന്ന് തൊടാൻ പോയപ്പോഴല്ലേ സഹിക്കാതെ നീ എന്നെ അടിച്ചത്. എന്നാ ഇനി നീ കണ്ടോ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവളെ തൊടാൻ പോവാ. അപ്പൊ ഓക്കെ ബൈ, ശരി. കല്യാണി വാ, ഞാനിത് ഇട്ടുതരാം. എന്താ കല്യാണി ഇത്? നിനക്ക് വേണ്ടി അവൻ ഒരുപാട് ആഗ്രഹിച്ചു കൊണ്ടുവന്ന വളകളല്ലേ? കൈ നീട്ട്, അവൻ വളയിട്ട് തരും. വന്ന് കൈ നീട്ട് കല്യാണി. വലികുഞ്ഞേ, കൈ മുറിഞ്ഞതല്ലേ, മരുന്ന് വെക്കണം. എന്തിന്? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ മരുന്ന് വെക്കാൻ. വഴക്ക് വേണ്ട, കയ്യിലെല്ലാം ചെറിയ ചെറിയ കുപ്പിച്ചില്ല കേറിയിട്ടുണ്ടാവും. വലിയുഞ്ഞിനെ വേദനിക്കുന്നില്ല ഇപ്പോഴും? ഇതിൽ കൂടുതൽ എന്ത് വേദനിക്കാൻ? ഹൃദയത്തിൽ തുളച്ചു കയറിയ ചില്ലോളം വരില്ല, കയ്യിൽ തുളച്ചു കയറിയതൊന്നും. ആന്റി,
ഇറങ്ങ. ഇത് സത്രമല്ല, കണ്ണി കാണുന്ന നേരും നെറിയും ഇല്ലാത്തവർക്ക് വരാനും പോവാനും. ആന്റി, Get out! ആന്റി, ആന്റി എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. മാപ്പ് തരണം. കാല് പിടിക്കാൻ ഞാൻ. ഏയ് ജയന്തി, എന്താ ഇത്? വിടന്നേ, വിടാൻ. ആന്റി എന്നെ രക്ഷിക്കണം. വിലാസിനെ രക്ഷിച്ചേ പറ്റൂ. വിലാസിനെ, ആ ചേച്ചി, നീ ഇത് നോക്ക്. ഏ, ദേ, നീയോ? പിടിച്ചു മാറ്റവളെ. ദേ, എഴുന്നേക്കടി. ഇല്ല, വിടാൻ. എഴുന്നേക്കാൻ പറഞ്ഞില്ലേ? എഴുന്നേക്കടി. ഇങ്ങോട്ട് എഴുന്നേക്കാൻ. നീ എന്താടി ഇവിടെ? നിന്നോട് ആരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? വിലാസിനെ, no. എന്താ ഈ കാണിക്കുന്നേ? അതല്ല ചേച്ചി, ഇവള് എന്ത് ധൈര്യത്തിലാ ഇവിടെ കേറി വന്നേ? ഈ കുടുംബത്തിനെ അപമാനിച്ച് ആ പാവം കല്യാണിയുടെ കുടുംബ ജീവിതം തൊലച്ചിട്ട്. മതി. ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. എന്റെ വിവരക്കേടുകൊണ്ട്. അതിന്റെ പശ്ചാത്താപം കൊണ്ടാ അമ്പലത്തിൽ പോലും പോവാതെ തൃച്ചംബരത്തെ ദേവിയെ കാണാൻ വന്നത്. ഈ പാദങ്ങളിൽ വീണ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ. ആന്റി, എല്ലാത്തിനും മാപ്പ്. ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു. ദാരിദ്ര്യവും പഷ്ണിയുമാ. ജീവിതം അടുത്തു ആന്റി. വാടക വീട്ടിലാ താമസം. വാടക കൊടുക്കാൻ പോലും വരുമാനമില്ല. ജോലി നഷ്ടപ്പെട്ട രാജീവ് ഇപ്പൊ വീട്ടിൽ പോലും വരാറില്ല. ആത്മഹത്യയുടെ വക്കില ഞാനിപ്പോ. അതങ്ങനെ വരൂ. തട്ടിപ്പറിച്ചതും കട്ടെടുത്തതും ഒന്നും സ്ഥായി ആവില്ലെന്ന് മനസ്സിലായല്ലോ. ഇനി ജയന്തി പോ, എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. ഇല്ല ആന്റി, ഇല്ല. ആന്റി എന്നെ തൃച്ചംബരത്തേക്ക് കൂട്ടിയില്ലെങ്കിൽ എന്റെ മുമ്പിൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ഏതെങ്കിലും റെയിൽ പാളത്തിൽ തലവെക്കും, അല്ലെങ്കിൽ റോഡിലെ ഏതെങ്കിലും വണ്ടിയുടെ മുമ്പിൽ ചാടും. അതേ എനിക്ക് വഴിയുള്ളൂ. ആന്റി എന്നെ ഉപേക്ഷിക്കരുത്. ശരി, നീ എന്ത് വേണമെങ്കിലും ചെയ്. എന്നെ ഉപദ്രവിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ അതെ, ഹലോ. പറയാതെ അറിയുന്നതാണ് പ്രണയമെങ്കിൽ അത് ഞാൻ മുൻപേ അറിഞ്ഞു കഴിഞ്ഞതാ. അതുകൊണ്ടാ ഇന്ന് ഈ വാക്കുകൾ എഴുതുന്നത്. അവളുടെ കണ്ണുകളിലേക്ക് ഓരോ തവണ നോക്കുമ്പോഴും അവളെ എനിക്ക് ഒരിക്കലും നഷ്ടമാവരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഉള്ളില്. വിലയറിയാതെ നഷ്ടപ്പെടുത്തുന്ന പലതും ഒരുപാട് വിലയുള്ളതായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് വൈകിയായിരിക്കും. എനിക്ക് കല്യാണി എന്ന വാക്ക് നഷ്ടങ്ങളുടെ പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കാനുള്ള വെറും ഒരു പേരല്ല, ഹൃദയത്തിൽ പതിഞ്ഞുപോയ രൂപമാണ്. ഒരു ചെമ്പരത്തിപ്പൂവുമായി തൃച്ചംബരത്തിന്റെ പൂമുഖം കടന്നു വന്ന ഇന്ന് എൻ്റെ ഹൃദയത്തിന്റെ ഉടമയായവൾ എൻ്റെ മാത്രം കല്യാണി.
ഇവനെന്താ ഡയറി എഴുത്തും വായനയൊക്കെ ഉണ്ടോ? കൊള്ളാലോ. ഞാൻ വന്നതുപോലും അറിയാതെ ഇവൻ ഈ ഡയറിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിലേ അതിലെന്തെങ്കിലും കാണുമെന്ന് ഉറപ്പാ. അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. നീ എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു വിളിച്ചേ? പറഞ്ഞ വാക്ക് പാലിച്ചെന്നറിയിക്കാൻ. വാക്ക് പാലിക്കാനോ? നീ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ഞാൻ നല്ല തിരക്കില്ല. 16 കമ്പനികളുടെ MD ആയിരിക്കുന്ന ആളുടെ സമയം നിനക്ക് ഊഹിക്കാന്നതിനേക്കാൾ അപ്പുറം ബിസിയാണെന്നേ മനസ്സിലാക്കിയ കൊള്ളാം. സമയം പുറകെ ഓടിത്തളരുന്ന കുറെ മനുഷ്യജന്മങ്ങളുണ്ടെന്നറിയാതെ അതെപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരും സമയത്തെ പറ്റിയും സമയക്കുറവിനെ പറ്റിയും പറയാതിരിക്കുന്നതാ നല്ലത്. സോറി, ഞാൻ നിന്റെ ഫിലോസഫി കേൾക്കാനുള്ള മൂഡിലല്ല. നീ വിളിച്ച കാര്യം പറ, എനിക്ക് പോണം. ഓക്കെ 16 കമ്പനികളുടെ MDക്ക് ഫിലോസഫിയും പ്രണയവും ദഹിക്കില്ലെന്നറിയാം. ആ മനസ്സിലിപ്പോ ലാഭങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്കുകളാണെന്നറിയാം. അതുകൊണ്ട് കാര്യത്തിലേക്ക് തന്നെ വരാം. നീ ആവശ്യപ്പെട്ട പോലെ ഞാൻ നിനക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നത് പിൻവലിച്ചു. വെരി ഗുഡ്, നന്നായി. ഇപ്പോഴെങ്കിലും നിനക്കൊരു തിരിച്ചറിവ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. തിരിച്ചറിവ് ആ വാക്ക് നീ സ്വയം മനസ്സിലാക്കുന്നതാ അല്പം കൂടി നല്ലത്. എന്നും നിന്റെ വിഷമങ്ങളിൽ ഞാൻ മാത്രമേ കാണുള്ളൂ എന്നുള്ള തിരിച്ചറിവ്. ഇവിടെ വേണ്ട, ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ. ഇവിടെയും വേണ്ട. ആ രാജീവിനെ ചില ഗുണ്ടകൾ ചേർന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാ ഞാൻ പറഞ്ഞിട്ട്. രാജീവിനെ കാണാനില്ല. എല്ലായിടത്തും നോക്കി ബ്രോ, ഈ കോമ്പൗണ്ടിൽ ആളില്ല. ഭഗവാനെ, എന്തിനാ എന്റെ മോളോട് ഇങ്ങനെ? അതിനു വേണ്ടിട്ട് എന്റെ മോൾ എന്ത് പാപ്പാ ചെയ്തത്? അച്ഛാ കരയല്ലേ, അച്ഛാ കരയല്ലേ. മോളെ കല്യാണി, നിന്റെ കല്യാണം നടന്നു കാണാനുള്ള യോഗം പോലും ഈ അച്ഛനില്ലല്ലോ. എന്തിനാ മോളെ ഇങ്ങനെ ഒരു അച്ഛൻ? ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ? എന്റെ കൈ കൊണ്ട് തന്നെ ഈ അച്ഛനെ കൊന്നത്. കൊല്ല് കൊല്ല്. ഒന്നും മറന്നിട്ടല്ല കൃഷ്ണേട്ടാ, മാപ്പർഹിക്കാത്ത തെറ്റ് അവള് ചെയ്തതെന്ന് പറയാം. പക്ഷേ ഒരു പക്ഷേയുമില്ല. ഒന്നും മറന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത്? അഖിലേ, വഞ്ചനയേക്കാൾ വലിയ വിഷമൊന്നും ഈ ലോകത്തില്ല. അവളാണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പേസ്റ്റ് എടുത്തവളാ. ഒഴിവാക്കി വിടുന്നതാ നല്ലത്. അതല്ല കൃഷ്ണേട്ടാ, ഇന്ന് എന്നെ അവളിവിടെ കാണാൻ വന്നിരുന്നു. ആദ്യം ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചതാ. പക്ഷേ പിന്നെ ചില സംഭവങ്ങൾ നടന്നു. അതുകൊണ്ടാണ് എനിക്കങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത്.
കല്യാണി, കല്യാണി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പറഞ്ഞോളൂ വലിയുഞ്ഞേ. ഇവിടെ വെച്ച് പറ്റില്ല. നമുക്ക് കുറച്ച് മാറി നിന്നാലോ? കുറച്ചുകൂടെ പ്രൈവസി കിട്ടാൻ. കുറച്ചുകൂടെ മാറി എന്ന് പറഞ്ഞാ എവിടെയാ വലിയുഞ്ഞേ? അങ്ങ് ആകാശത്തില്. അല്ലാതെ പിന്നെ നീ എന്താ സ്ഥലം പറഞ്ഞാലേ കൂടെ വരുള്ളൂന്നുണ്ടോ? അതല്ല വലിയുഞ്ഞേ, രാത്രിയായില്ലേ, എവിടെയാണെന്ന് അറിയാൻ തിരക്കുന്നേ ഉള്ളൂ. വെറുതെ അറിയാൻ. എന്നാ വെറുതെ ആക്കണ്ട. ഞാൻ പറഞ്ഞത് നേരായിട്ടാ. നമ്മൾ പോകുന്നത് തൃച്ചംബരത്തിന്റെ ഉച്ചന്തലയിലേക്ക്, ടെറസിലേക്ക്. നീ വാ. ഇപ്പൊ അവിടെ നിന്നാലേ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. നീ ഇതുവരെ കാണാത്തതുകൊണ്ടാ. വാ, കമാ. ശബരി, എല്ലാം ഓക്കെ അല്ലേ? എടാ, കല്യാണി ഇപ്പൊ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ശരി ശരി, ഓക്കെ. അതെ, ഓക്കെ. ശരി. സാറ് പറയൂ. അതെ. എങ്ങനെയെങ്കിലും അഖില മേഡം കാണുന്നതിന് മുമ്പ് ആ ഡയറി എവിടെ നിന്നെടുത്ത് മാറ്റണം. ഒരു കാര്യം ചെയ്യാം, എപ്പോഴെങ്കിലും മാഡം മുറിന്ന് പുറത്തിറങ്ങുമല്ലോ, അപ്പൊ മാഡം അറിയാതെ അതെടുത്ത് മാറ്റിയാൽ മതി. എന്നിട്ട് മതി വീട്ടിലേക്ക് പോകുന്നത്. കല്യാണി, മാഡം, സമയം എത്രയായി? നീ ഇതുവരെ പോയില്ലേ? ബാക്കി എല്ലാരും പോയല്ലോ. അത് പച്ചക്കറിയുടെ സ്റ്റോക്ക് തീർന്നെന്ന് നോക്കാൻ നിന്നതാ മാഡം. നാളെ എന്തൊക്കെ വാങ്ങണമെന്നറിയാനാ. രാവിലെ മാർക്കറ്റിൽ പോണം. കൊള്ളാം. സമയം ഒരുപാടായല്ലോ എന്ന് കരുതിയാ നിന്നോട് പാൽ അവിടെ വെച്ചിട്ട് പോവാൻ പറഞ്ഞത് തന്നെ. ഇനി ഇവിടെ നിന്ന് കറങ്ങണ്ട, എല്ലാം നാളെ നോക്കിയാ മതി. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. നീ വീട്ടിലേക്ക് പോയിക്കോ. ശരി മാഡം. മാഡം എങ്ങനെ ആ
ഡയറി എടുത്ത് വായിച്ചു നോക്കിയാ പിന്നെ എന്നാ നടക്കാൻ പോണേന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. ദേവി, ഇത് ആ ഡയറി അഖില മാഡത്തിന്റെ കണ്ണിൽ പെടരുത്. എങ്കിൽ ഈ രാത്രി തന്നെ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും. സർവവും തകർത്ത് കളയുന്നൊരു ഭൂകമ്പം. അതുണ്ടാവാതിരിക്കാൻ അമ്മ വേണം സഹായിക്കാൻ. പ്ലീസ്. എന്റെ ജീവിതം തന്നെ ഇപ്പൊ തല തിരിഞ്ഞു പോയിരിക്കുക അമ്മേ. സത്യത്തിൽ എല്ലാ പെൺകുട്ടികളും അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പുരുഷനെ കിട്ടാനല്ലേ പ്രാർത്ഥിക്കണേ. പക്ഷെ അമ്മയുടെ മോള് മാത്രമാ അത് നടക്കരുതെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണേ. ഈ അവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുതമ്മേ. അവര് തകർന്നു പോവും, എന്നെ പോലെ. എന്താ കല്യാണി? അത് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാ മാഡം. ഓ, അത് പിന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീ ആ ചായയൊക്കെ പെടുത്തോണ്ട് പോയിക്കോ, അത് കഴിഞ്ഞു. ആ ശരി മാഡം. കല്യാണി നിക്ക്. നിന്റെ കയ്യിൽ എന്തായിരിക്കുന്നേ? അത് പൊളിച്ചു. അങ്ങനെ ചോദിക്കേ, കാണിക്കടി നിന്റെ കയ്യിൽ എന്താണെന്ന്. അത് ഡയറിയാ മാഡം. ഡയറിയോ? ആരുടെ ഡയറിയാ ഇത്? അത് എന്റെ ഡയറിയാ. നിന്റെ ഡയറിയോ? ആ. നിനക്ക് ഡയറി എഴുതുന്ന ശീലമൊക്കെ ഉണ്ടോ? അല്ല, ഇത് ഡിസൈൻ വരച്ചിരുന്ന ഡയറിയാ മാഡം. ഇത് നോക്കിയാ പുതിയ പുതിയ ഡിസൈനുകളൊക്കെ നന്ദന മാഡം പരീക്ഷിക്കണേ. അഖില, പൊലച്ചു. എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിനിടയില് ഒരു കാര്യമില്ലാതെ വന്ന് കേറിക്കോളും. എന്തായത്? കയ്യില് ഡയറിയും വെച്ച് നീ കല്യാണിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ? ഏയ്, ക്വസ്റ്റ്യൻ ചെയ്യലൊന്നും അല്ല കൃഷ്ണേട്ട. സാധാരണ നമ്മളെല്ലാം ഡയറി എന്തെങ്കിലും കുറിച്ചു വെക്കാനല്ലേ ഉപയോഗിക്കുന്നത്. കല്യാണി പക്ഷേ ഡയറി ഉപയോഗിക്കുന്നത് മെഹന്തി ഡിസൈൻ വരച്ചു വെക്കാനാ. ഓഹോ, അത് കൊള്ളാലോ. അല്ല, നിനക്കും മെഹന്തി ഡിസൈൻ വലിയ ഇഷ്ടമല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേരും. അതെ കൃഷ്ണേട്ട, അതാ ഞാനിതൊന്ന് നോക്കാൻ വാങ്ങിയത്. ഏതായാലും അതൊക്കെ കുറച്ച് കഴിഞ്ഞ് നോക്കാം. അഖില, ആദ്യം ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് നോക്കി. രാവിലെ ഓഡിറ്ററുമായിട്ട് ഒരു മീറ്റിംഗ് ഉള്ളതാ. ശരി, തന്നോളൂ, നോക്കട്ടെ. ആ കല്യാണി, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവാ. ആ ശരി സാർ. അവളുടെ നോട്ട് ആ ഡയറിയിലേക്കാണല്ലോ. ഇവൾ ഇത്രയധികം ആ ഡയറിക്ക് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അതിലെന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താ കല്യാണി, നീ ചൂടുവെള്ളം എടുക്കാൻ പോയില്ലേ? മാഡം, ഡയറി ഞാൻ നോക്കിയിട്ട് തരാൻ കല്യാണി, നീ പോയി എടുത്തിട്ട് വാ. കൃഷ്ണേട്ട വരും.
അവളുടെ കണ്ണുകളിലേക്ക് ഓരോ തവണ നോക്കുമ്പോഴും അവളെ എനിക്ക് ഒരിക്കലും നഷ്ടമാവരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഉള്ളിൽ. വിലയറിയാതെ നഷ്ടപ്പെടുത്തുന്ന പലതും ഒരുപാട് വിലയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് വൈകിയായിരിക്കും. എന്താടി വായിച്ച് നല്ല രസം പിടിച്ചിരിക്കുകയാണല്ലേ? മാഡം, ആ ഡയറി ഇങ്ങ് തന്നേക്കു മാഡം. അത് മാഡത്തിൻ്റെതല്ലോ. ആ, ഈ മാഡത്തിന്റേതുമല്ല, നിന്നെ പോലെ ഒരു ജോലിക്കാരിയുടേതുമല്ല. ഈ സാധനം മറ്റു ചിലരുടേതാ. അല്ല, നിന്റെ കണ്ണൊക്കെ അങ്ങ് കരഞ്ഞു കലങ്ങിയല്ലോ. അതിനു വേണ്ടി എന്താടി ഈ ഡയറിയിലുള്ളത്? ഒന്നുമില്ല മാഡം, അതിങ്ങ് തന്നേക്കൂ പ്ലീസ്. വിട്. മനസ്സിലാവില്ലേ? മാഡം, അങ്ങോട്ട് നില്ലടി. വിലാസിനി, എന്താ ഇത്? എന്താ പ്രശ്നം? പ്രശ്നം ചേച്ചി, ദേ ഇവള് ചേച്ചിയെ കൂടെ നിന്ന് ചതിക്കായിരുന്നു ചേച്ചി. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ലാത്ത കള്ളിയാ ഇവള്. കള്ളീന്നും കൊള്ളക്കാരിന്നും ഒന്നും വിളിക്കാതെ നീ കാര്യം പറയ് വിലാസിനി. പറയും ചേച്ചി. ചേച്ചിക്ക് അറിയാമോ ഈ ഡയറിയിൽ എന്താന്ന്? അറിയാം. എന്തേ? അപ്പൊ അമ്മ ഡയറി വായിച്ചല്ലേ? എന്നിട്ടെന്താ ഇതുവരെ ഒന്നും പ്രതികരിക്കാത്തത്? അപ്പോ ചേച്ചി ഈ ഡയറി വായിച്ചോ? വായിച്ചു പഠിക്കാൻ ഇതിൽ കഥകളൊന്നും ഇല്ലല്ലോ. മെഹന്തിയുടെ ഡിസൈനുകളല്ലേ, പിന്നെങ്ങനെ വായിക്കും? അയ്യോ എന്റെ ചേച്ചി, ഇതിലെ ഡിസൈനും ചിത്രങ്ങളൊന്നും അല്ല. ഒരാള് കല്യാണിയോടുള്ള പ്രണയഭ്രാന്തിൽ കുറിച്ചു വെച്ച പ്രേമലേഖനങ്ങളാ. പ്രേമലേഖനങ്ങളോ? കല്യാണി, നീ എന്നോട് ഇതിൽ മെഹന്തി ഡിസൈനുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ വിലാസിനി ഇങ്ങനെ പറയുന്നേ?